ഹലോ ഓൾ. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെറിവേഷൻ ആണ് ഓഫ് ഷേപ്പ് ഫംഗ്ഷൻ ഓഫ് ഫോർ നോഡഡ് റെക്ടാങ്കുലർ എലിമെന്റ്. അപ്പോൾ ഇത് നാച്ചുറൽ കോർഡിനേറ്റ് സിസ്റ്റം വെച്ചിട്ടാണ് നമ്മൾ ഡെറൈവ് ചെയ്യാൻ പോകുന്നത്, ജനറലൈസ്ഡ് കോർഡിനേറ്റ് അല്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഷേപ്പ് ഫംഗ്ഷൻ ഒരു റെക്ടാങ്കുലർ എലിമെന്റിന്റെ ഡിഫൈൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡെറൈവ് ചെയ്യാൻ പറയും, ഫോർ നോഡഡ് ആയിട്ടുള്ള റെക്ടാങ്കുലർ എലിമെന്റിന്റെ. അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ചോദിക്കാവുന്നത് ഒരു ഐസോ പാരാമെട്രിക് ആയിട്ടുള്ള ഫോർ നോഡഡ് റെക്ടാങ്കുലർ എലിമെന്റിന്റെ FE ഫോർമുലേഷൻ ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലും നിങ്ങൾ ഈ ഷേപ്പ് ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ഷേപ്പ് ഫംഗ്ഷൻ ചോദിക്കാം, അതല്ലെങ്കിൽ FE ഫോർമുലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഇതിൽ നിന്നുള്ള ഷേപ്പ് ഫംഗ്ഷൻ യൂസ് ചെയ്യുകയും വേണം. രണ്ടിടത്തും ഇതിന്റെ യൂസ് വരുന്നുണ്ട്. ഓക്കെ, FE ഫോർമുലേഷനിൽ ചിലപ്പോൾ നിങ്ങൾ ഡെറൈവ് ചെയ്യേണ്ട വരില്ല, വാല്യൂസ് ഓഫ് ഷേപ്പ് ഫംഗ്ഷൻ മാത്രം എടുത്ത് എഴുതിയാൽ മതി. പക്ഷേ ഷേപ്പ് ഫംഗ്ഷൻ ഡെറൈവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ ചെയ്യണം. നാച്ചുറൽ കോർഡിനേറ്റ് ആണ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്, ജനറലൈസ്ഡ് കോർഡിനേറ്റ് അല്ല. അതായത് XY എന്ന് പറയുന്ന കോർഡിനേറ്റ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒന്നില്ലെങ്കിൽ സൈ ഈറ്റ അല്ലെങ്കിൽ RS എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ സൈ ആൻഡ് ഈറ്റ അല്ലെങ്കിൽ RS. ഇവിടെ സൈ ആൻഡ് ഈറ്റ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നാച്ചുറൽ കോർഡിനേറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സൈയുടെ വാല്യൂ ആണെങ്കിൽ -1 to 1 ആണ് അതിന്റെ മാക്സിമം വാല്യൂ ടു മിനിമം വാല്യൂ അല്ലെ. -1 മിനിമം വാല്യൂ, 1 എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ. അത് X ആണെങ്കിലും ശരി, Y ആണെങ്കിലും ശരി. അപ്പൊ ഇവിടെ നിങ്ങൾക്കൊരു ഒരു റെക്ടാങ്കുലർ എലമെന്റ് കാണിച്ചിട്ടുണ്ട്. ആ എലമെന്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോ ഫോർ എക്സാമ്പിൾ ഒരു നാച്ചുറൽ കോർഡിനേറ്റ് സിസ്റ്റം ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഒറിജിൻ നമ്മളെപ്പോഴും നടുക്കാണ് എടുക്കുക. ലൈനിൽ നമ്മൾ ഡെറൈവ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഒരു ബാർ എലമെന്റിലൊക്കെ നമ്മൾ ഡെറൈവ് ചെയ്തപ്പോൾ നമ്മൾ നടുക്കല്ലേ എടുത്ത് ആ ഒരു ഒറിജിൻ എന്ന് പറയുന്നത്. ഇവിടെയും നമ്മൾ ഒറിജിൻ നടുക്ക് വേണം എടുക്കാനായിട്ട്. അതായത് നമ്മുടെ റെക്ടാങ്കുലർ എലമെന്റ് നടുക്കായിട്ട് നമ്മൾ ഒറിജിൻ സെലക്ട് ചെയ്യാണ്. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതാണ് പോസിറ്റീവ് X ഡയറക്ഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് R ഡയറക്ഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് സൈ ഡയറക്ഷൻ. ഇത് പോസിറ്റീവ് ഈറ്റ ഡയറക്ഷൻ. ഓക്കെ, X ആൻഡ് Y പോലെ. അപ്പോൾ ഇത് 0 0. ഓക്കെ, ഇത് 0 0 ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പോസിറ്റീവ് X ഡയറക്ഷൻ, പോസിറ്റീവ് Y ഡയറക്ഷൻ. ഇത് കണ്ടോ, 1 1 രണ്ടും പോസിറ്റീവ്. ഇങ്ങോട്ടായാലോ, ഇവിടെ Y ആണ് നെഗറ്റീവ്, X പക്ഷെ പോസിറ്റീവ് ആണ്. അപ്പൊ കണ്ടോ 1 - 1, X പോസിറ്റീവ്, Y നെഗറ്റീവ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലോ, ഇവിടെ Yയും നെഗറ്റീവ്, Xും നെഗറ്റീവ്. കാരണം താഴോട്ടാണ്, സോ Y നെഗറ്റീവ്, ലെഫ്റ്റിലോട്ടാണ്, സോ Xും നെഗറ്റീവ്. ഇങ്ങോട്ട് നോക്കിയാലോ, Y പോസിറ്റീവ് ആണ് പക്ഷെ X നെഗറ്റീവ് ആണ്. ഫൈൻ. അപ്പോൾ ഇങ്ങനെയാണ് ആ കോർഡിനേറ്റ് സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. നടുക്ക് ഒറിജിൻ ആയതുകൊണ്ട് തന്നെ നടുക്കിൽ നിന്ന് ലെഫ്റ്റ് വരെയുള്ള എക്സ്ട്രീം എൻഡ് വരെ -1 വരെയുള്ള ഡിസ്റ്റൻസിനെ A എന്നും റൈറ്റിലേക്കും A എന്ന് നമ്മൾ കൺസിഡർ, നടുക്കല്ല എടുത്തിരിക്കുന്നത്. അതേപോലെ നടുക്കുന്ന മുകളിലോട്ട് B ആണെങ്കിൽ നടുക്കുന്ന താഴോട്ടും B ആണ്. അപ്പോൾ ഈ റെക്ടാങ്കിളിന്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2A ആണ്. ഈ റെക്ടാങ്കിളിന്റെ വിഡ്ത്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2B ആണ്. അപ്പൊ അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്, ഒരു 4 നോഡഡ് റെക്ടാങ്കുലർ എലമെന്റ് എടുത്തിരിക്കുകയാണ്. സെൻട്രോയിഡ് ആസ് ഒറിജിൻ ആയിട്ട് എടുത്തിരിക്കുന്നു. എന്നിട്ട് സൈ ആൻഡ് ഈറ്റ ആണ് നാച്ചുറൽ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സൈനും ഈറ്റയും ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. കണ്ടോ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു പോയിന്റ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെന്ന് വിചാരിച്ചു. അത് ഏതൊരു പോയിന്റ് ആണ്. ഓക്കെ, ഈ പോയിന്റിന് ഒരു X വാല്യൂ ഉണ്ടായിരിക്കും ഇല്ലേ. എനിക്ക് ആ X വാല്യൂ എങ്ങനെ കിട്ടും? ഇതാ ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ X വാല്യൂ കിട്ടും. അതേപോലെ ഇതിന്റെ Y വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നേരെ പ്രൊജക്ട് ചെയ്താൽ ഇവിടെ Y വാല്യൂ കിട്ടും. കിട്ടില്ലേ? X വാല്യൂ ഇവിടെ കിട്ടും. ഓക്കെ, Y വാല്യൂ ഇവിടെയും കിട്ടും. X ആൻഡ് Y എന്ന് പറയുന്നത് ആ കോർഡിനേറ്റിന്റെ എനിക്ക് കിട്ടും. ഇനി എനിക്ക് ആ XY എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിനെ ഇൻ ടേംസ് ഓഫ് സൈ ആൻഡ് ഈറ്റ മാറ്റണം എന്നുണ്ടെങ്കിൽ സൈ ആൻഡ് ഈറ്റ ആക്കി മാറ്റണം. അതായത് സൈ കോർഡിനേറ്റ് എവിടെയാന്ന് നോക്കി, ഇവിടെ നിന്നാണ് സൈ കോർഡിനേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഈറ്റ കോർഡിനേറ്റ് ഇത് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആക്സിസിലേക്ക് എനിക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അതിൽ X എന്ന് പറയുന്നത് ഇതാ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ, Y എന്ന് പറയുന്നത് ഇവിടുത്തെ വാല്യൂ, XC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒറിജിന്റെ വാല്യൂ. അതായത് ഈ ഒറിജിൻ എന്ന് പറയുന്നത് X ആക്സിസിൽ എത്രയോ ഡിസ്റ്റൻസിലാണ് അല്ലെ. കണ്ടോ, X ആക്സിസിൽ ഇതാണ് നമ്മുടെ XC എന്ന് പറയുന്നത്, ആൻഡ് ഇതാണ് നമ്മുടെ YC എന്ന് പറയുന്നത്. ഓക്കെ, XCയും YCയും എനിക്ക് അങ്ങനെ കിട്ടും. Xും Yയും ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പൊ X എനിക്കറിയാമെങ്കിൽ X - XC ഡിവൈഡഡ് ബൈ A ചെയ്ത് കഴിഞ്ഞാൽ സൈ കിട്ടും. അതുപോലെ Y - YC ഡിവൈഡഡ് ബൈ B ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈറ്റ കിട്ടും. അപ്പൊ ഇങ്ങനെ എനിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എൻ്റെ ഒരു പോയിന്റിന് ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ച്.
ഫൈൻ. അപ്പോൾ സൈയും ഈറ്റയും എക്സും വൈയും ആയിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു എന്നുള്ള ഇക്വേഷൻ ആണ് ഇപ്പോൾ പറഞ്ഞത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2a 2b എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ലെങ്ത് ആൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏരിയ അല്ലെങ്കിൽ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 2a into 2b ആയിരിക്കും. എക്സ് സി ആൻഡ് വൈ സി ആർ കോർഡിനേറ്റ്സ് ഓഫ് ദ ഒറിജിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 4 നോഡുകളുണ്ട്. 4 നോഡുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇൻ ടേംസ് ഓഫ് നമ്മൾ എങ്ങനെ എഴുതുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യുവിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ 4 ജനറലൈസ്ഡ് കോർഡിനേറ്റ് വേണം. അതുകൊണ്ട് തന്നെ A1 A2 A3 A4 പിന്നെ ലീനിയർ ആയിട്ടുള്ള, കാരണം എക്സ് ആൻഡ് വൈ ഡയറക്ഷനിലുള്ളതുകൊണ്ട് തന്നെ ലീനിയർ ആയിട്ടുള്ള ഒരു പോളിനോമിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും: A1 plus A2 psi plus A3 eta plus A4 into psi into eta. ഇതാണ് നമ്മുടെ 4 നോഡഡ് റെക്ടാങ്കുലർ എലമെന്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. A1 plus A2 into psi plus A3 into eta plus A4 into psi into eta. അതായത് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സും വൈൻ്റെയും ടേംസിലാണെങ്കിൽ A1 plus A2 x plus A3 y plus A4 xy എന്നുള്ള രീതിയിൽ എഴുതാം. ഫൈൻ. അപ്പൊ യു നമുക്ക് ഇക്വേഷൻ കിട്ടി. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യും. ബൗണ്ടറി കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? ആദ്യത്തെ പോയിന്റ് നോക്കിയേ, ആദ്യത്തെ പോയിന്റ് 1 എന്ന് പറയുമ്പോൾ അതിന്റെ എക്സ് വാല്യൂ 1 ആണ്, വൈ വാല്യൂ 1 ആണ്. ഓക്കെ, എക്സും വൈയും 1 ആണെങ്കിൽ നമുക്ക് നോക്കാം ഈ ഒരു സൈ അതുപോലെ ഈറ്റ അതുപോലെ തന്നെ ഈ ഒരു സൈ ഈറ്റ എന്ന് പറയുന്നിടത്ത് സൈനും ഈറ്റയിനും ആ വാല്യൂസ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ചെയ്യേണ്ട എത്രയേ ഉള്ളൂ. സൈ ഇസ് ഈക്വൽ ടു -1 ആണ് അറ്റ് ഫസ്റ്റ് നോഡ്. ഫസ്റ്റ് നോഡിൽ സൈ ഇസ് ഈക്വൽ ടു -1 ആണ്, അതേപോലെ ഈറ്റ ഇസ് ഈക്വൽ ടു -1 ആണ്. അപ്പൊ അത് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോ യു എന്ന് പറയുന്നത് ഓക്കെ നോഡ് നമ്പർ 1 അത് U1 ആയി മാറും. സോ U1 എന്ന് പറയുമ്പോൾ നോഡ് നമ്പർ 1 സൈന്റെ വാല്യൂ -1, ഈറ്റയുടെ വാല്യൂ -1, സൈ ഈറ്റയുടെ വാല്യൂ -1 ഇൻറ്റു -1 അത് +1 ആയി മാറും കേട്ടോ. അപ്പോ ഇവിടെ 1 ഉണ്ട്, ഇവിടത്തെ സൈ എന്ന് പറയുന്നത് -1 ആണ്, ഈറ്റ എന്ന് പറയുന്നത് -1 ആണ്, സൈ ഈറ്റ എന്ന് പറയുന്നത് 1 ആണ്. നിങ്ങൾ നോക്കിയേ, A1 A2 A3 A4, A1ന്റെ കോഎഫിഷ്യന്റ് 1, A2ന്റെ കോഎഫിഷ്യന്റ് -1, A3യുടെ കോഎഫിഷ്യന്റ് -1, A4ന്റെ കോഎഫിഷ്യന്റ് 1. കറക്റ്റ് അല്ലേ? ഇനി ഇതേ ഇക്വേഷനിൽ നമുക്ക് സെക്കൻഡ് നോഡ് എടുക്കാം. ഈ നോഡിൽ എക്സ് സൈ എന്ന് പറയുന്നത് 1ഉം ഈറ്റ എന്ന് പറയുന്നത് -1. അപ്പൊ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ സൈന് 1 കൊടുക്കുക, ഈറ്റയ്ക്ക് -1 കൊടുക്കുക, ഇവിടെ സൈ ഈറ്റയ്ക്ക് -1 കൊടുക്കുക. ഓക്കെ, സൈ ഈറ്റയ്ക്ക് 1 ഇൻറ്റു -1 അത് -1 ആയിരിക്കും. അപ്പൊ എന്തായി? A1ന്റെ കോഎഫിഷ്യന്റ് 1, A2ന്റെ കോഎഫിഷ്യന്റ് 1, A3യുടെ കോഎഫിഷ്യന്റ് -1, A4ന്റെ കോഎഫിഷ്യന്റ് -1. അപ്പൊ കണ്ടോ 1 1 -1 -1. ഇനി തേർഡ് നോഡ് നമുക്ക് എടുക്കാം. തേർഡ് നോഡ് എല്ലാം പോസിറ്റീവ് ആയിരിക്കും, 1 1 ആണ്. കണ്ടോ? അപ്പൊ ഈ ഇക്വേഷനിൽ എല്ലാം പോസിറ്റീവ് 1 ആയിരിക്കും. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ U3 എന്ന് പറയുന്നത് എല്ലാം പോസിറ്റീവ് ആണ്. അത് കഴിഞ്ഞ് U4 എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. U4 എന്ന് പറയുമ്പോൾ ഈ സൈ ഇസ് ഈക്വൽ ടു -1ഉം ഈറ്റ ഈക്വൽ ടു +1 ആണ്. സൈ എവിടെയുണ്ടോ അവിടെയൊക്കെ -1 കൊടുക്കുക. സൈ -1 കൊടുക്കുക, ഈറ്റ +1 ആണ്, ഇവിടെയും -1 വരും. സോ 1 -1 1 -1 ഇങ്ങനെ കിട്ടും. ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താ? ഈ A1 A2 A3 A4 എന്ന് പറയുന്ന ഈ കോർഡിനേറ്റ്സിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം ഇതിന്റെ ഇൻവേഴ്സ് വെച്ച്. അപ്പൊ നമ്മൾ ഈ ഒരു മെട്രിക്സിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് 1 -1 മെട്രിക്സ് ഇൻവേഴ്സ് ഇൻറ്റു U1 U2 U3 U4 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ മെട്രിക്സിന്റെ ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന്റെ ഇൻവേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുത്താൽ കാൽക്കുലേറ്ററിൽ നിങ്ങൾക്ക് ഇൻവേഴ്സ് ഇങ്ങനെ കിട്ടും. 0.25 എന്നായിരിക്കും കിട്ടുക, അല്ലെങ്കിൽ 1/4 നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, സോ 1/4 ആദ്യത്തെ റോ, പിന്നെ -1/4 1/4 1/4 -1/4 രണ്ടാമത്തെ റോ, മൂന്നാമത്തെ റോയില് ആദ്യത്തെ 2 -1/4, നാലാമത്തെ റോയില് രണ്ടാമത്തെയും നാലാമത്തെയും -1/4. ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് A ഇൻവേഴ്സ് കിട്ടുക. അങ്ങനെ A ഇൻവേഴ്സ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, A ഇൻവേഴ്സ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ എടുക്കുക. ഓക്കെ, ഈ ഇക്വേഷനിൽ ഈ ഇൻവേഴ്സ് എന്ന് പറയുന്നിടത്ത് ഈ A ഇൻവേഴ്സ് ഇട്ട് കൊടുക്കുക. U1 U2 U3 U4 അങ്ങനെ തന്നെ നിലനിർത്തുക. എന്നിട്ട് A1 A2 A3 A4നെ റീപ്ലേസ് ചെയ്യുക ബൈ ദിസ് ഇൻവേഴ്സ് ആൻഡ് ദിസ് U1 U2 U3 U4 വെച്ച് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ പ്രീവിയസ് ഇക്വേഷൻ ഇങ്ങനെയാണ്: 1 psi eta ഇൻറ്റു A1 A2 A3 A4. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ,
ഈ ഇക്വേഷനെ മെട്രിക്സ് രൂപത്തിൽ എഴുതിയേക്കുന്നതാണ് 1 psi eta psi eta a1 a2 a3 a4 എന്ന് പറയുന്നത്. ഓക്കെ, ആ ജനറൽ ഇക്വേഷനിൽ a1 a2 a3 a4ന് ഇൻവേഴ്സ് കണ്ടുപിടിച്ച ആൻസറും u1 u2 u3 u4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കിട്ടാൻ നോക്കി, ആദ്യം 1 into 1/4 psi into -1/4. അപ്പൊ എന്തായി 1 minus psi divided by 4. കണ്ടോ, 1 minus psi divided by 4. ഓക്കെ, പിന്നെ എന്ത് വരും, n into -1/4 psi eta into 1/4. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് psi നമുക്ക് കോമൺ എടുക്കാൻ പറ്റും. psi കോമൺ എടുത്തിട്ട് eta -1 എന്ന് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. എന്നിട്ട് രണ്ടെണ്ണത്തിലും 1 minus psi കോമൺ ആയിട്ട് വരും, അതിൽ നിന്നും കോമൺ എടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ 1 minus psi into 1 minus eta by 4 എന്ന് കിട്ടുന്നത്. ഓക്കെ, ഷേപ്പ് ഫംഗ്ഷൻ 1 നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നതാണ്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ കിട്ടും, 1 minus psi into 1 minus eta by 4. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഇക്വേഷനും n2നെ കണ്ടുപിടിക്കാനായിട്ട് ഈ റോയിന് സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതുപോലെ ഇതേ റോയിനെ തേർഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതേ റോയിനെ ഫോർത്ത് റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, n1 n2 n3 n4 കിട്ടും. ആ n1 n2 n3 n4 ആണ് നമ്മുടെ ഷേപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആ ഷേപ്പ് ഫംഗ്ഷൻ ഇപ്പൊ നിങ്ങൾ നോക്കുക, യുവിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഒരു മെട്രിക്സ് ഇൻറ്റു u1 u2 u3 u4, അതിനർത്ഥം ഇത് ഷേപ്പ് ഫംഗ്ഷൻ ആണ് അർത്ഥം. അപ്പൊ ഈ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് n1 ആയിരിക്കും, ഇത് 2 n2 ആയിരിക്കും, ഇത് n3 ആയിരിക്കും, ഇത് n4 ആയിരിക്കും, n1 n2 n3 n4. ഓക്കെ, എന്നിട്ട് അത് എടുത്ത് എഴുതുക, n1 ഇതാണ്, n2 ഇതാണ്, n3 ഇതാണ്, n4 ഇതാണ്. ഇത് എളുപ്പത്തിൽ ഓർത്ത് വെക്കാനായിട്ടൊരു എളുപ്പ വിദ്യ പറഞ്ഞുതരാം. n1 എന്ന് പറയുമ്പോൾ ദേ നോക്കി, ഒക്കെ ഇതാണ് 1 eta 1 psi 1 eta divided by 4. എല്ലാത്തിലും കോമൺ ആയിട്ടുണ്ട്. 1 ഉണ്ട്, ഈറ്റ ഉണ്ട്, 1 ഉണ്ട്, psi ഉണ്ട്, 4 ഉണ്ട്. 1 ഉണ്ട്, psi ഉണ്ട്, 1 ഉണ്ട്, ഈറ്റ ഉണ്ട്, 4 ഉണ്ട്. 1 ഉണ്ട്, psi ഉണ്ട്, 1 ഉണ്ട്, ഈറ്റ ഉണ്ട്, 4 ഉണ്ട്. സൈൻ മാത്രം നോക്കിയാൽ മതി. ആദ്യത്തേൽ നോക്കിയേ, 1 minus psi 1 minus eta, രണ്ടും മൈനസ് ആണ്. n2 വന്നപ്പോഴോ x plus i 1 plus i 1 minus eta. മൂന്നാമത്തേൽ വന്നപ്പോ രണ്ടും പോസിറ്റീവായി. നാലാമത്തേൽ വന്നപ്പോഴോ x നെഗറ്റീവായി, y പോസിറ്റീവായി. നിങ്ങൾ ആ കോർഡിനേറ്റ്സ് റീഡ് ചെയ്ത് പോകുന്ന രീതി തന്നെയത്. ഓക്കെ, ഇവിടെ രണ്ടും മൈനസ് അല്ലെ ഫസ്റ്റ് നോഡിൽ. അപ്പൊ 1 minus i 1 minus eta. ഇത് നോക്കിയേ, 1 minus i 1 minus eta n1. n2 എത്തിയപ്പോ എന്തായി, n2 എത്തിയപ്പോ x പോസിറ്റീവായി, അതായത് psi പോസിറ്റീവ് ആവും, വേറെ ഈറ്റ നെഗറ്റീവ് ആവും. ഓക്കെ, y നെഗറ്റീവ് ആണ്, സോ ഈറ്റ നെഗറ്റീവ് ആണ്. അപ്പൊ ആദ്യത്തത് പോസിറ്റീവ് ആയിരിക്കും, 1 plus i 1 minus eta. ഇനി മൂന്നാമത്തേലോ സൈയും ഈറ്റയും പോസിറ്റീവ് ആണ്, അപ്പോൾ 1 plus i 1 plus eta. 1 plus i 1 plus eta, എവിടെ 1 plus i 1 plus eta. ഇനി ഫോർത്ത് വണ്ണിൽ എന്തായിരിക്കും, എക്സ് നെഗറ്റീവ് ആയിരിക്കും, അതായത് സൈ നെഗറ്റീവ് ആയിരിക്കും, അപ്പോൾ 1 minus i 1 plus eta by 4. ഷേപ്പ് ഫംഗ്ഷൻസ് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ് 4 നോഡഡ് ക്വാഡ്രിലാറ്ററൽ എലമെന്റിന്റെ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നന്നായി പഠിക്കുക, സോൾവ് ചെയ്ത് നോക്കുക. ഫൈൻ. അല്ലെങ്കിൽ നിങ്ങൾ ഈ സ്റ്റെപ്പ് ഒക്കെ എഴുതിയിട്ട് സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതേ ആൻസർ കിട്ടും കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്താൽ മതി, വളരെ സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷൻ. സോ നെക്സ്റ്റ് നമുക്ക് അതിന്റെ ഫൈനൈറ്റ് എലമെന്റ് ഫോർമുലേഷനിലേക്ക് കിടക്കാം. അതായത് സ്റ്റിഫ്നെസ് മെട്രിക്സ് ഡിറൈവ് ചെയ്യുക 4 നോഡഡ് ഐസോപാരാമെട്രിക് ആയിട്ടുള്ള എലമെന്റ്. ഓക്കെ, അപ്പോൾ ഒരു റെക്ടാങ്കുലർ എലമെന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ആ റെക്ടാങ്കുലർ എലമെന്റ് 1 2 3 4 എന്ന് പറഞ്ഞിട്ടുള്ള റെക്ടാങ്കുലർ എലമെന്റ്, അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ലെങ്ത് എന്ന് പറയുന്നത് 2a, അതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2b, 1 ഇത് 2 ഇത് 3 ഇത് 4 ഇത്. ഇതിനെ ഐസോപാരാമെട്രിക് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ നാച്ചുറൽ കോർഡിനേറ്റിലേക്ക് മാറ്റുകയാണ്. സോ മാറ്റിയ ഡയഗ്രം ആണ് ഈ കാണുന്നത്. 1 -1 -1 1 -1 1 1 and -1 1. ഓക്കെ, സോ ഈ ഒരു എന്താണ് പറയാ, ഒരു നാച്ചുറൽ കോർഡിനേറ്റിലേക്ക് മാറ്റിയിരിക്കുന്ന ഒരു 4 നോഡഡ് ആയിട്ടുള്ള ഈ എലമെന്റിന്റെ നമ്മൾ ഷേപ്പ് ഫംഗ്ഷൻസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ആ ഷേപ്പ് ഫംഗ്ഷൻസ് ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഈ ഷേപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഐസോപാരാമെട്രിക് എലമെന്റ്സിൽ. കാരണം ഐസോപാരാമെട്രിക്കിന്റെ എലമെന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഷേപ്പ് ഫംഗ്ഷൻ വി ഡിഫൈൻ ഫോർ ഡിസ്പ്ലേസ്മെന്റ്, അതേ ഷേപ്പ് ഫംഗ്ഷൻ ആണ് വി കൻ യൂസ് ഇറ്റ് ഫോർ ദാറ്റ് ഓഫ് നമ്മുടെ ഡിഫൈനിങ് ദ ജോമെട്രി. ഓക്കെ, ജോമെട്രി ഡിഫൈൻ ചെയ്യാനും അതേ ഷേപ്പ് ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ജോമെട്രി ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ഡിഫൈൻ ചെയ്യുക. എക്സ് ഇസ് ഈക്വൽ ടു
y is equal to എന്ന് പറയുന്നത് a function of x1, x2, x3, a function of y1, y2, y3 എന്നുള്ള രീതിയിൽ എഴുതുക. ഓക്കെ, അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? ആദ്യത്തെ ഇക്വേഷൻ എനിക്ക് ഇങ്ങനെ എഴുതാം: x is equal to n1 x1 plus n2 x2 plus n3 x3 plus n4 x4. n4 വരെ എടുക്കാൻ കാരണം 4 നോഡ് ഉണ്ട്, അതുകൊണ്ട് 4 ഷേപ്പ് ഫംഗ്ഷൻസ്. x is equal to n1 x1 plus n2 x2 plus n3 x3 plus n4 x4. നിങ്ങൾ നോക്കി നോക്കി, ഈ ഒരു ആദ്യത്തെ മെട്രിക്സിലെ ആദ്യത്തെ റോ സോൾവ് ചെയ്താൽ കിട്ടുന്നതാണ് x is equal to n1 into x1 plus 0 into y1, അപ്പോൾ അത് ക്യാൻസൽ ആയി പോയി, പ്ലസ് n2 into x2 plus 0 into y2, അത് ക്യാൻസൽ ആയി പോയി, n3 into x3 plus 0 into y3, അത് ക്യാൻസൽ ആയി പോയി, n4 into x4 plus 0 into y4. ചുരുക്കി പറഞ്ഞാൽ x is equal to n1 x1 plus n2 x2 plus n3 x3 plus n4 x4. അതേപോലെ തന്നെയാണ് അടുത്ത ഇക്വേഷൻ y is equal to n1 y1, കാരണം 0 into x1 അത് പോയി, n1 into y1 ആണ് വരിക, n2 into y2 വരും, n3 into y3 വരും, n4 into y4 വരും. അപ്പൊ n1 y1 plus n2 y2 plus n3 y3 plus n4 y4 is equal to y എന്നുള്ള ഇക്വേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ആദ്യം, അതായത് ടു ഡിഫൈൻ ദ ജോമെട്രി, നമ്മുടെ ഐസോപാരാമെട്രിക് എലമെന്റിന്റെ ജോമെട്രിയുടെ ഇക്വേഷൻ ആണ് നമ്മൾ ആദ്യം എഴുതുന്നത്. യു എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ അല്ല, ജോമെട്രിയുടെ ഇക്വേഷൻ. വേണമെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ഇങ്ങനെ എഴുതാട്ടോ, അതായത് യു ഇസ് ഈക്വൽ ടു n1 u1 plus n2 u2 plus n3 u3 plus n4 u4 അങ്ങനെ എഴുതാം. v is equal to n1 v1 plus n2 v2 plus n3 v3 plus n4 v4 ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇനി n1 n2 n3 n4 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോമൺ ആണ്. n1 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തതാണ്. അത് നിങ്ങളിപ്പോ യുവിന് വേണ്ടി യൂസ് ചെയ്താലും എക്സിന് വേണ്ടി യൂസ് ചെയ്താലും n1 n2 n3 n4 വാല്യൂ സെയിം ആയിരിക്കും. n1 എന്ന് പറയുന്നത് 1 മൈനസ് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത നൊട്ടേഷൻ സൈയും ഈറ്റയും ആണ്. ഇവിടെ ആറും എസും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1 മൈനസ് ആർ ഇൻറ്റു 1 മൈനസ് എസ് ഡിവൈഡഡ് ബൈ 4, അല്ലെങ്കിൽ 1 മൈനസ് ഐ ഇൻറ്റു 1 മൈനസ് ഈറ്റ ഡിവൈഡഡ് ബൈ 4. ഇവിടെ n2 is equal to 1 plus i 1 minus i divided by 4, അല്ലെങ്കിൽ 1 plus eta into 1 minus eta divided by 1 plus i into 1 minus eta divided by 4. n3 എന്ന് പറയുന്നത് 1 plus i plus 1 plus eta divided by 4. ഇവിടെ ആറും എസും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 1 minus i 1 plus eta divided by 4 ആണ് n4 എന്ന് പറയുന്നത്. ഇവിടെ ആറും എസും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഈ രണ്ട് ഇക്വേഷൻസും, അതായത് എക്സിന്റെ ഇക്വേഷൻ എഴുതാം, വൈന്റെ ഇക്വേഷൻ എഴുതാം, വേണമെങ്കിൽ യുവിന്റെ ഇക്വേഷനും വിന്റെ ഇക്വേഷനും എഴുതാം. u is equal to n1 u1 plus n2 u2 plus n3 u3 plus n4 u4. v is equal to എന്ന് പറഞ്ഞിട്ട് n1 v1 plus n2 v2 plus n3 v3 plus n4 v4 എഴുതാം. പിന്നെ n1 n2 n3 n4 എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ജക്കോബിയൻ മെട്രിക്സ് ഒന്ന് ഡിറൈവ് ചെയ്യാം. അതിന് നിങ്ങൾക്ക് ആദ്യമേ അറിയാം ജക്കോബിയൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ. അതായത് ഒരു ബാർ എലമെന്റ് 2 നോഡഡ് ആണെങ്കിലും 3 നോഡഡ് ആണെങ്കിലും നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താ, ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് dx by dr. അങ്ങനെയായിരുന്നു. അവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന ഒരു ഒറ്റ കോർഡിനേറ്റേ ഉള്ളൂ, വൈ ഇല്ല. അതുപോലെ ആർ എന്ന് പറയുന്ന ഒരൊറ്റ നാച്ചുറൽ കോർഡിനേറ്റേ ഉള്ളൂ. എക്സ് എന്ന് പറയുന്ന ഒറ്റ കാർട്ടീഷ്യൻ കോർഡിനേറ്റും ആർ എന്ന് പറയുന്ന ഒറ്റ നാച്ചുറൽ കോർഡിനേറ്റും ഉള്ളൂ. അതുകൊണ്ട് തന്നെ dx by dr എന്ന് പറയുന്നത് ജാക്കോബിയൻ ആയിട്ട് നമ്മൾ എഴുതി. വേറെ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിനൊപ്പം തന്നെ വൈയും ഉണ്ട് അല്ലെ. അപ്പൊ dx by dr ജക്കോബിയൻ ആണ്, dy by dr ജക്കോബിയൻ ആണ്. ഇനി അത് മാത്രമല്ല, ഈ ആറ് മാത്രമല്ല നമ്മളിൽ കോർഡിനേറ്റ് ആയിട്ടുള്ളത്, എസ് എന്ന് പറയുന്ന കോർഡിനേറ്റും ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ട്. ഇത് ക്വാഡ്രിലാറ്ററൽ പ്ലെയിൻ എലമെന്റ് ആയതുകൊണ്ട് തന്നെ സൈ ആൻഡ് ഈറ്റ അതിനെയാണ് നമ്മൾ ആറും എസും ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നത് ഇവിടെ കേട്ടോ. അപ്പൊ ആറുള്ള പോലെ തന്നെ എസ് ഇവിടെ ഉണ്ട്. സോ dx by dr ഉണ്ടെങ്കിൽ dx by ds ഉണ്ട്. അതുപോലെ dy by dr ഉണ്ടെങ്കിൽ ഒപ്പം തന്നെ dy by ds ഉണ്ട്. അതും ജക്കോബിയൻ ആണ്. ഓക്കെ, അതിന് ജക്കോബിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ പാരാമീറ്റർ ആണ് അല്ലെ, ഒരു സ്കെയിൽ ഫാക്ടർ. നിങ്ങൾക്ക് എക്സിനെ വൈനെ നേരെ ആർ ആൻഡ് എസ് എന്ന് പറയുന്ന ആ ഒരു കോർഡിനേറ്റ്സിലേക്ക് മാറ്റണം. അതിന് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്കെയിൽ ഫാക്ടറാണ് ഈ ജക്കോബിയൻ എന്ന് പറയുന്നത്. ഇവിടെ എക്സും വൈയും എന്ന് പറയുമ്പോൾ തന്നെ എക്സും വൈനെയും അത് നമുക്ക് ആർ ആൻഡ് എസ് എന്ന് പറയുന്ന കോർഡിനേറ്റിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എക്സ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ ഐ ഇസ് ഈക്വൽ ടു 1 to 4 ആണ്. n(i) xi which means n1 x1 plus n2 x2 plus n3 x3 plus n4 x4 അതാണ് എക്സ് എന്ന് പറയുന്നത്.
y എന്ന് പറയുന്നത് n1y1 പ്ലസ് n2y2 പ്ലസ് n3y3 പ്ലസ് n4y4 ആണ് y എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജക്കോബിയന്റെ ബേസിക് ഡെഫിനേഷൻ എടുക്കാം. ജക്കോബിയന്റെ ബേസിക് ഡെഫിനേഷൻ എന്താ? dx by dr അല്ലെ? അപ്പോ ഇതിനെ നമ്മൾ r കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. dx by dr ആദ്യം നമുക്ക് ചെയ്യാം. അപ്പൊ ഇതിനെ r കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കി? r കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡോ ബൈ ഡോ ആർ ഓഫ് n1x1 പ്ലസ് ഡോ ബൈ ഡോ ആർ ഓഫ് n2x2 പ്ലസ് ഡോ ബൈ ഡോ ആർ ഓഫ് n3x3 പ്ലസ് ഡോ ബൈ ഡോ ആർ ഓഫ് n4x4. അങ്ങനെയല്ലേ വരിക? നിങ്ങൾ നോക്കിയേ, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും അതിനെ കിട്ടും. ഡോ ബൈ ഡോ ആർ ഓഫ് n1x1 പ്ലസ് ഡോ ബൈ ഡോ ആർ ഓഫ് n2x2 പ്ലസ് ഡോ ബൈ ഡോ ആർ ഓഫ് n3x3 പ്ലസ് ഡോ ബൈ ഡോ ആർ ഓഫ് n4x4. ഓക്കെ, അത് നമുക്ക് കിട്ടും. ഇനി അതേപോലെ തന്നെ അതേപോലെ തന്നെ നമുക്ക് r ഉള്ള പോലെ തന്നെ s വെച്ചും ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എക്സിനെ അല്ലെ? എക്സിനെ നമുക്ക് s വെച്ചും ഡിഫറൻഷിയേറ്റ് ചെയ്യാം, കാരണം r ഉണ്ട് s ഉണ്ട്. അത് മാത്രമല്ല, ഈ n1 എന്ന് പറയില്ലേ, n1 ഷേപ്പ് ഫംഗ്ഷൻ, അത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് r ഉണ്ട് s ഉണ്ട്. അപ്പൊ നമുക്ക് r വെച്ച് മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല എക്സിനെ, നമുക്ക് s ഉം വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണം. എന്നാലും അത് കംപ്ലീറ്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റഡ് ആവും അല്ലെ? കാരണം n1 എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയില്ലേ, 1 മൈനസ് r ഇൻറ്റു 1 മൈനസ് s ഡിവൈഡഡ് ബൈ 4, അല്ലെങ്കിൽ 1 മൈനസ് i ഇൻറ്റു 1 മൈനസ് ഈറ്റ ഡിവൈഡഡ് ബൈ 4. സൈ ഉണ്ട്, ഈറ്റയുണ്ട്, r ഉണ്ട്, s ഉണ്ട് അല്ലെ? അപ്പൊ r വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ s ഉം വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതാണ് നെക്സ്റ്റ്. ഇത് നോക്കിയേ, ഡോ ബൈ ഡോ എസ് ഓഫ് n1 ഇൻറ്റു x1 പ്ലസ് ഡോ ബൈ ഡോ എസ് ഓഫ് n2 ഇൻറ്റു x2 പ്ലസ് ഡോ ബൈ ഡോ എസ് ഓഫ് n3 ഇൻറ്റു x3 പ്ലസ് ഡോ ബൈ ഡോ എസ് ഓഫ് n4 ഇൻറ്റു x4. ശരിയായില്ലേ? ഇനി അടുത്തത് y-നെയും ഇതുപോലെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു r ആൻഡ് s. ഓക്കെ, അതാണ് ഡോ ബൈ ഡോ ആർ ഓഫ് n1 ഇൻറ്റു y1 ഡോ ബൈ ഡോ ആർ ഓഫ് n2 ഇൻറ്റു y2 പ്ലസ് ഡോ ബൈ ഡോ ആർ ഓഫ് n3 ഇൻറ്റു y3 പ്ലസ് ഡോ ബൈ ഡോ ആർ ഓഫ് n4 ഇൻറ്റു y4. അതുപോലെ നമുക്ക് ഈ ഒരു ടേമിനെ s വെച്ചും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡോ ബൈ ഡോ എസ് ഓഫ് n1 ഇൻറ്റു y1 പ്ലസ് ഡോ ബൈ ഡോ എസ് ഓഫ് n2 ഇൻറ്റു y2 പ്ലസ് ഡോ ബൈ ഡോ എസ് ഓഫ് n3 ഇൻറ്റു y3 പ്ലസ് n4 ഇൻറ്റു y4. അതാണ് ജക്കോബിയൻ. സോ ഇത് മൊത്തമാണ് ജക്കോബിയൻ എന്ന് പറയുന്നത്. എക്സിനെയും വൈനെയും ആദ്യം r വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, പിന്നെ s വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ മെട്രിക്സ് നിങ്ങൾ എഴുതണം. ഇതാണ് അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ മെട്രിക്സിന്റെ ഉള്ളിലുള്ള ഈ ഡോ ബൈ ഡോ ആർ ഓഫ് n1 ഇല്ലേ, അത് നിങ്ങൾ കണ്ടുപിടിക്കണം. അതിന് n1 നമുക്ക് ഓൾറെഡി അറിയാലോ. n1 എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, n2 എന്താണെന്ന് പറയാം. ഇതിനെ ആദ്യം r വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, പിന്നെ s വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. r വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്ന ഉത്തരങ്ങളൊക്കെ ഇവിടെ നിരത്തി എഴുതുക. s വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്ന ഉത്തരങ്ങളൊക്കെ ഇവിടെ നിരത്തി എഴുതുക. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ജക്കോബിയൻ മെട്രിക്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഈ ജക്കോബിയൻ മെട്രിക്സ് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം ഉത്തരം ഒന്നും കണ്ടുപിടിക്കാൻ നിൽക്കണ്ട, ഇങ്ങനെ എടുത്ത് എഴുതിയാൽ മാത്രം മതി. ജക്കോബിയൻ മെട്രിക്സ് കണ്ടുപിടിച്ചതിന് ശേഷം ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കിട്ടിയ ഉത്തരമാണ്, ഇത് എഴുതണം കേട്ടോ. ഈ ജക്കോബിയൻ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചേക്കണം. കണ്ടുപിടിക്കൊന്നും വേണ്ട, ജസ്റ്റ് ജക്കോബിയൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതൊരു 2/2 മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, ഇത് 2/4 ആണ്, ഇത് 2/2 ആണ്. സോ നമുക്ക് ഉത്തരം കിട്ടാൻ പോണത് ഒരു 2/2 മെട്രിക്സ് ആയിരിക്കും കിട്ടുക. ആ 2/2 മെട്രിക്സ് ആണത്. ആ 2/2 മെട്രിക്സിന്റെ 4 എലമെന്റ്സ്, ആ 4 എലമെന്റ്സ് മാർക്ക് ചെയ്തേക്കണം, അത്രേ ഉള്ളൂ. ഇൻവേഴ്സ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഡോട്ട് ഇട്ടേക്കണം. J11 ജക്കോബിയൻ മെട്രിക്സിന്റെ ഇൻവേഴ്സ്. അതിന്റെ ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെന്റ്, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം എലമെന്റ്, സെക്കൻഡ് റോ ഫസ്റ്റ് കോളം എലമെന്റ്, സെക്കൻഡ് റോ സെക്കൻഡ് കോളം എലമെന്റ്, ഇങ്ങനെ എഴുതിക്കണം ജക്കോബിയൻ ഇൻവേഴ്സ്. ഈ ജക്കോബിയൻ ഇൻവേഴ്സ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻ ഉണ്ട്. ഓക്കെ, അതായത് ഡോ ബൈ ഡോ ആർ, ഡോ ബൈ ഡോ എസ്, ആർ ആൻഡ് എസ് പ്ലെയിനിലുള്ള എലമെന്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജക്കോബിയൻ ഇൻവേഴ്സ് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വൈ പ്ലെയിനിലേക്ക് അതിനെ നിങ്ങൾക്ക് ട്രാൻസ്ഫോം ചെയ്യും. അതായത് ഡോ ബൈ ഡോ ആർ, ഡോ ബൈ ഡോ എസ് എന്ന് പറയുന്ന മെട്രിക്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ മെട്രിക്സിനെ നിങ്ങൾക്ക് ജെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ആൻഡ് ഡോ ബൈ ഡോ വൈ പ്ലെയിനിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫോം ചെയ്യും. ഓക്കെ, 1/j എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ജെ ഇൻവേഴ്സ് എന്ന് എഴുതാൻ പകരം 1/j എന്ന് എഴുതാം. ഓക്കെ, അതായത് ഡോ ബൈ ഡോ എക്സ് ആൻഡ് ഡോ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു 1/j ഓഫ് ഡോ ബൈ ഡോ ആർ ആൻഡ് ഡോ ബൈ ഡോ എസ്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഈ റിലേഷൻ നമ്മളിപ്പോ എഴുതിയില്ലേ, ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ജെ ഇൻവേഴ്സ് ഓഫ് ഈ ഒരു റിലേഷൻ. ഈ ഒരു റിലേഷൻ നമുക്ക് ആ ജെ ഇൻവേഴ്സിന്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് നമ്മളിവിടെ എഴുതിയല്ലോ. ഇതിന്റെ ടേംസിൽ നമുക്കൊന്ന് എഴുതാം.
ഓക്കെ, അപ്പോൾ ലെഫ്റ്റില് ഡോ ബൈ ഡോ എക്സ് ആയിരിക്കും, റൈറ്റിൽ ഡോ ബൈ ഡോ ആർ. ഓക്കെ, നമുക്കപ്പോ അതൊന്ന് നോക്കാം. യു ക്യാൻ സീ ഹിയർ, ഇവിടെ ഡോ ബൈ ഡോ എക്സ് ഓഫ് യു, ഡോ ബൈ ഡോ വൈ ഓഫ് യു, ഡോ ബൈ ഡോ എക്സ് ഓഫ് വി ആൻഡ് ഡോ ബൈ ഡോ വൈ ഓഫ് വി. അതായത് ഇതൊക്കെ ഡിസ്പ്ലേസ്മെന്റ് ആണ് അലോങ് എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ, യു വി. ഡോ ബൈ ഡോ എക്സ് ഓഫ് യു അല്ലെങ്കിൽ ഡോ യു ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ വൈ, ഡോ വി ബൈ ഡോ എക്സ്, ഡോ വി ബൈ ഡോ വൈ. ഇറ്റ് ഈസ് ഈക്വൽ ടു നിങ്ങളുടെ ജക്കോബിയൻ മെട്രിക്സിന്റെ എലമെന്റ്സ് ആണത്, ഇൻവേഴ്സ് ജക്കോബിയൻ മെട്രിക്സിന്റെ എലമെന്റ്സ്. അതായത് ഒരു 2x2 മെട്രിക്സ് നമുക്ക് ഇവിടെ കിട്ടുന്ന പറഞ്ഞില്ലേ, ആ മെട്രിക്സിനെ അങ്ങനെ ഇവിടെ അറേഞ്ച് ചെയ്യണം. 4x4 മെട്രിക്സ് വരച്ചിട്ട് അതിനകത്ത് ആദ്യത്തെ 2x2 മെട്രിക്സ് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യുക, അടുത്ത 2x2 മെട്രിക്സ് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യുക, 0 0 0 0 0 0. ഇവിടെ ഡോ യു ബൈ ഡോ എക്സ് ആണെങ്കിൽ ഇവിടെ ഡോ യു ബൈ ഡോ ആർ, ഇവിടെ ഡോ യു ബൈ ഡോ വൈ ആണെങ്കിൽ ഇവിടെ ഡോ യു ബൈ ഡോ എസ്, ഇവിടെ ഡോ വി ബൈ ഡോ എക്സ് ആണെങ്കിൽ ഇവിടെ ഡോ വി ബൈ ഡോ ആർ, ഇവിടെ ഡോ വി ബൈ ഡോ വൈ ആണെങ്കിൽ ഇവിടെ ഡോ വി ബൈ ഡോ എസ്. കണ്ടോ, ഇപ്പൊ നിങ്ങളുടെ ഇൻവേഴ്സ് ജക്കോബിയൻ മെട്രിക്സ് ഈ ഒരു ആർ, അതായത് ഡോ യു ബൈ ഡോ ആറിനെ ഡോ യു ബൈ ഡോ എക്സിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും. അതായത് ഈ മെട്രിക്സ് കൊണ്ട് നിങ്ങൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ അത് എക്സ് വൈ എന്ന് പറയുന്ന പ്ലെയിൻ, ഇത് നോക്കി, ഇത് ആർ ആൻഡ് എസ് പ്ലെയിൻ ആണ്. ഈ ആർ ആൻഡ് എസ് പ്ലെയിനിലുള്ള ഡിഫറൻഷ്യൽസിനെ അല്ലെങ്കിൽ പാരാമീറ്റേഴ്സിനെ നിങ്ങൾക്ക് എക്സ് ആൻഡ് വൈ പ്ലെയിനിലേക്ക് മാറ്റാനായിട്ട് ഈ ഒരു ജക്കോബിയൻ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിലേഷൻ നിങ്ങൾ വിട്ടേക്ക്, ഈ റിലേഷൻ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല, ഇത് സാധാരണ ഇക്വേഷൻ ആണ്, നിങ്ങൾ നോക്കിയാൽ കാണാം. അതായത് എപ്സിലോൺ എക്സ് ഇസ് ഈക്വൽ ടു ഇതിലെ 1 എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി, 1 ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ്, ബാക്കിയൊക്കെ 0. അതായത് എപ്സിലോൺ എക്സ് ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നതിന് പകരം ഈ മെട്രിക്സ് ആയിട്ട് എഴുതി, അത്രേ ഉള്ളൂ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാൽ മതി, എപ്സിലോൺ എക്സ് ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ്, എപ്സിലോൺ വൈ ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ, അങ്ങനെ എഴുതിയാൽ മതി. നോക്കി, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ അത് കിട്ടുക, എപ്സിലോൺ വൈ ഇസ് ഈക്വൽ ടു 0 ഇൻറ്റു ഇത്, 0 ഇൻറ്റു ഇത്, 0 ഇൻറ്റു ഇത്, 1 ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ. അപ്പൊ അതിന് പകരം എപ്സിലോൺ വൈ ഇസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ മതി. ആൻഡ് ഗാമ എക്സ് വൈയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, ഡോ യു ബൈ ഡോ എക്സ്, സോറി, ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ വി ബൈ ഡോ എക്സ്. അത് ഈ മെട്രിക്സ് രൂപത്തിലും നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് എപ്സിലോണിന്റെ ഇക്വേഷൻ നിങ്ങൾ എഴുതുക, എപ്സിലോൺ ഇസ് ഈക്വൽ ടു നിങ്ങൾ നേരത്തെ എഴുതിയ ആ ഇൻവേഴ്സ് മെട്രിക്സ് ഇല്ലേ, ഈ ഒരു മെട്രിക്സ്, ആ മെട്രിക്സിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഡോ യു ബൈ ഡോ ആർ, ഡോ വി ബൈ ഡോ എസ്, ഡോ വി ബൈ ഡോ ആർ, ഡോ വി ബൈ ഡോ എസ്. ഓക്കെ, അതായത് യുവിനെ ആദ്യം ആർ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, യുവിനെ എസ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, വിനെ ആർ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, വിനെ എസ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ജക്കോബിയൻ മെട്രിക്സിന്റെ എലമെന്റ്സ് നിങ്ങൾ നോക്കിയേ, ആദ്യം 1 1, പിന്നെ 1 2, പിന്നെ 2 1 ഇവിടെയാണ് സാധാരണ നമ്മൾ എഴുതാറ്, അത് മാറ്റിയിട്ട് ഇവിടെ 2 1 ഇവിടെ എഴുതുക, 2 2 ഇവിടെ എഴുതുക. ഓക്കെ, അതേപോലെ 2 1 2 2 1 1 1 2 ഇവിടെ നിരത്തി എഴുതുക. എന്നിട്ട് ഈ ഒരു രീതിയിൽ സ്ട്രെയിൻ മെട്രിക്സ് എന്ന് പറയുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രെയിൻ മെട്രിക്സിൽ നോക്കി ഇവിടെ നമ്മൾ കുറേ എഴുതി വെച്ചിട്ടുണ്ട്, ഡോ യു ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ വൈ, ഡോ വി ബൈ ഡോ എക്സ്, ഡോ വി ബൈ ഡോ വൈ. ശരിക്കും നമുക്ക് ഇതിൽ ഏതാ ആവശ്യം? ഡോ യു ബൈ ഡോ എക്സ് ആവശ്യമുണ്ട്, ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ല. പിന്നെ ഡോ വി ബൈ ഡോ വൈ ആണ് ആവശ്യം, ഇതാണ് നമുക്ക് ആവശ്യം, അല്ലെ? പിന്നെ നമുക്ക് ആവശ്യം എന്താ? ഗാമ എക്സ് വൈ എന്ന് പറയുന്നത് ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ വി ബൈ ഡോ എക്സ് ആണ്. അപ്പോൾ ഈ മെട്രിക്സിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യണം, കാരണം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വേണ്ട ഈ പാരാമീറ്റേഴ്സ് അല്ല നമുക്ക് സ്ട്രെയിനിൽ ആവശ്യം വരുന്നത്. സ്ട്രെയിനിൽ ആദ്യം വേണ്ടത് ഡോ യു ബൈ ഡോ എക്സ്, പിന്നെ വരുന്നത് ഡോ വി ബൈ ഡോ വൈ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജക്കോബിയൻ മെട്രിക്സിലെ എലമെന്റ്സിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. അങ്ങനെ റീഅറേഞ്ച് ചെയ്ത് കിട്ടുന്ന മെട്രിക്സ് ആണിത്. ഓക്കെ, അപ്പൊ അവസാനമായിട്ട് നിങ്ങൾ എഴുതേണ്ടത് ഇതാണ്, എപ്സിലോൺ ഇസ് ഈക്വൽ ടു, ഈ അറേഞ്ച്മെന്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് ഇത് തന്നെയാണ് കേട്ടോ, ഈ മെട്രിക്സിൽ എഴുതിയിരിക്കുന്ന അതേ സാധനം തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. പക്ഷെ ഈ ജക്കോബിയൻ മെട്രിക്സ് ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. നേരത്തെ ഒരു 4/4 മെട്രിക്സ് ആയിരുന്നു, അത് 4/3 ആക്കണം, സോറി 3/4 ആക്കണം. കാരണം എന്താ, നമുക്ക് ആകെ 3 സ്ട്രെയിൻസേ ഉള്ളൂ, എപ്സിലോൺ എക്സ്, എപ്സിലോൺ വൈ, പിന്നെ ഗാമ എക്സ് വൈ. അപ്പോൾ 3/4 മെട്രിക്സ് ആക്കി മാറ്റും. എന്നിട്ട് ഇതാണ് നിങ്ങളുടെ ബി മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രെയിൻ മെട്രിക്സ് ഇസ് ഈക്വൽ ടു ബി മെട്രിക്സ് ഇൻറ്റു ഈ മെട്രിക്സ്. സോ ഇതാണ് നിങ്ങളുടെ ബി മെട്രിക്സ് എന്ന് പറയുന്നത്. അങ്ങനെ ബി മെട്രിക്സ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ബി മെട്രിക്സ് കിട്ടിയതിന് ശേഷം, ഓക്കെ, ബി മെട്രിക്സ് കിട്ടിയതിന് ശേഷം നെക്സ്റ്റ് വാട്ട് യു ക്യാൻ ഡു ഇസ് ഇക്വേഷൻ നിങ്ങൾക്ക് എഴുതാം. സ്റ്റിഫ്നെസ് മെട്രിക്സ് ഇസ് ഈക്വൽ ടു കെ മെട്രിക്സ് ഇസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ഓഫ് ബി ട്രാൻസ്പോസ് ഡി ബി. ഓക്കെ, അല്ലെങ്കിൽ സി ബി. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂട്ടീവ് മെട്രിക്സ് ആണ് കേട്ടോ. ബി ട്രാൻസ്പോസ് ഡി ബി അല്ലെങ്കിൽ ബി ട്രാൻസ്പോസ് സി ബി എന്ന് എഴുതാം. ഡി എക്സ് ഡി വൈ ഡി സെഡ് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഡി സെഡ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. ഇന്റഗ്രൽ ഓവർ ഡി സെഡ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇത് ഹൈറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെ? ഡി സെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് സെഡ് ഡയറക്ഷനിൽ ആ എലമെന്റിന്റെ
തിക്നെസ് ആണ്. അപ്പോൾ അതിനെ ഹൈറ്റ് എന്ന് പറഞ്ഞ് റീപ്ലേസ് ചെയ്യാം. അതാണ് അവർ എച്ച് എന്ന് പറഞ്ഞ് പുറത്തേക്ക് എടുത്തേക്കുന്നത്. എന്നിട്ട് ഡബിൾ ഇന്റഗ്രൽ ബി ട്രാൻസ്പോസ് സി ബി ഡി എക്സ് ഡി വൈ. ഈ ഡി എക്സ് ഡി വൈനെ വേണമെങ്കിൽ നമ്മുടെ ജക്കോബിയൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ആർ ആൻഡ് എസ് പ്ലെയിനിലേക്ക് മാറ്റാം. അതായത് ഡി എക്സ് ഡി വൈ എന്ന് പറയുന്നത് ജക്കോബിയൻ ഇൻറ്റു ഡി ആർ ഡി എസ് ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാം. അതായത് എച്ച് ഇൻറ്റു ഡബിൾ ഇന്റഗ്രൽ ഓഫ് ബി ട്രാൻസ്പോസ് സി ബി ജക്കോബിയൻ ഇൻറ്റു ഡി ആർ ഡി എസ് എന്നുള്ള രീതിയിൽ നമുക്ക് കെ മെട്രിക്സ് എഴുതാം. ഓക്കെ, സോ ഇത്രയും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ 4 നോഡഡ് ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് എലമെന്റിന്റെ ഫൈനൈറ്റ് എലമെന്റ് ഫോർമുലേഷൻ കംപ്ലീറ്റ് ആവും. ഫൈൻ, ദാറ്റ്സ് ഓൾ.